കീമിന് 95ാം റാങ്ക് നേടി ഇന്ന് ബ്രില്യന്റിന്റെ കൂടെ തന്റെ വിജയം ആഘോഷിക്കുവാൻ എത്തിയിരിക്കുകയാണ് ഋത്തിക്. നമുക്ക് ഋത്തിക്കിന്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. ഋത്തിക്, അപ്പോ കീമിന് നല്ലൊരു റാങ്കോട് കൂടി പാസ്സായി ഇനിയിപ്പം ബ്രില്യന്റിന്റെ കൂടെ ഈ എഞ്ചിനീയറിംഗ് വിക്ടറി ഡേയില് തന്റെ വിജയം ആഘോഷിക്കാൻ വന്നിരിക്കുവാണ് അല്ലെ? കൂടെ ഉള്ളത് അമ്മയാണ്. അപ്പം എന്താണ് ഇപ്പൊ തോന്നുന്നത് മോന്? സന്തോഷം തോന്നുന്നു. കഷ്ടപ്പെട്ട് നേടിയതാണ്. ജെഇ മെയിൻസിനും അഡ്വാൻസിനും വിചാരിച്ചത്രയും പെർഫോം ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ കീമിന് നന്നായിട്ട് ചെയ്യാൻ പറ്റിയപ്പോ അതിന് സന്തോഷമുണ്ട്. ഈ ഒരു ഇത്രയും വലിയൊരു റാങ്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചായിരുന്നോ? നല്ലൊരു റാങ്ക് പ്രതീക്ഷിച്ചിരുന്നു, പക്ഷെ ടോപ്പ് 100-നുള്ളിൽ വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. നല്ല റാങ്ക് മാത്രമേ എക്സ്പെക്ട് ചെയ്തിരുന്നുള്ളൂ. അപ്പോ മോനിപ്പം കീമിന്റെ എക്സാം എഴുതി അതിന്റെ റിസൾട്ട് വന്ന് ഇനിയിപ്പം അടുത്തത്, അതായത് ഇപ്പം കീം അതിൽ തന്നെ പോകാനാണോ ഉദ്ദേശിക്കുന്നത്, അതോ വേറെ എന്തെങ്കിലും ഫ്യൂച്ചർ പ്ലാൻ ഉണ്ടോ? കീം ഒരു ഓപ്ഷനായിട്ട് വെക്കുന്നുണ്ട്. അതല്ലാതെ ഐസറിന്റെ IIT ടെസ്റ്റ് എഴുതിയിരുന്നു. അപ്പോൾ അതിൽ നല്ല റാങ്ക് 1057 റാങ്ക് ഉണ്ട്. അപ്പോൾ അതും കൺസിഡർ ചെയ്യുന്നുണ്ട്. അതിന് അലോട്ട്മെന്റ് പറഞ്ഞിട്ടില്ല, അപ്പോൾ അതും കൺസിഡർ ചെയ്യുന്നുണ്ട്. പിന്നെ ബിറ്റ്സും കൺസിഡർ ചെയ്യുന്നുണ്ട്. കീബോർഡ് ഒരു ബാക്കപ്പ് ആയിട്ടാണ് ഇപ്പൊ വെച്ചിരിക്കുന്നത്. ബ്രില്യന്റിന്റെ ഒരു ഭാഗമായിരുന്നല്ലോ മോൻ. അപ്പം മോൻ ഈ ഒരു കീമിന് 95th റാങ്ക് നേടാൻ വേണ്ടിയിട്ട് ബ്രില്യന്റ് എത്രമാത്രം സഹായിച്ചെന്ന് തോന്നുന്നു മോന്? ബ്രില്യന്റ് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ശരിക്കും 10th ഫൗണ്ടേഷനിൽ ഞാൻ ആദ്യം 10th ഫൗണ്ടേഷൻ ബാച്ചിൽ ചേരുന്നു ബ്രില്യന്റില്. അപ്പോൾ അന്ന് തന്നെ കുറെ സഹായിച്ചിട്ടുണ്ട്. കുറെ മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പഠിക്കാനും. കുറെ മെറ്റീരിയൽ പഠിക്കാൻ മാത്രമല്ല, അതിനേക്കാളും ഉപരി കുറെ പ്രോബ്ലംസ്, കുറെ ക്വസ്റ്റ്യൻസ് പ്രൊവൈഡ് ചെയ്യും നമുക്ക് പഠിക്കാൻ. അപ്പോൾ കീ മാത്രമല്ല, ജെഇ മെയിൻസ്, അഡ്വാൻസ്, ഐസർ, ബിറ്റ്സ് എല്ലാത്തിനും അവിടെ എക്സാംസ് പ്രൊവൈഡ് ചെയ്തു. അതിന് തന്നെ മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്തു. പിന്നെ കീമിനായിട്ട് തന്നെ ഒരു സെപ്പറേറ്റ് ബുക്ക് പ്രൊവൈഡ് ചെയ്തിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഏകദേശം ഒരു ആവും. അപ്പോൾ അങ്ങനെ ശരിക്കും അത് ചെയ്തുകൊണ്ട് തന്നെ ഇത്രയും നല്ല റാങ്ക് കിട്ടിയത്. അത് തന്നെയാണ് മെയിൻ. അപ്പോൾ ഈ ഒരു ആദ്യത്തെ 100 റാങ്കിനകത്ത് റാങ്ക് വരാൻ വേണ്ടിയിട്ട് ബ്രില്യന്റിന് ഒരുപാട് സ്വാധീനം ബ്രില്യന്റ് ചെലുത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പം മകൻ ഇത്രയും നല്ലൊരു റാങ്കോട് കൂടി കീം പാസ്സായിരിക്കുകയാണ്. അപ്പൊ അമ്മയ്ക്ക് എന്താ പറയാനുള്ളത് ഈ ഒരു വിജയത്തെ കുറിച്ച്? ഒരുപാട് സന്തോഷം. ഫുൾ ക്രെഡിറ്റും ബ്രില്യന്റിന് തന്നെയാണ്. ബ്രില്യന്റിലെ സാറുമാരും ഒരുപാട് നല്ല ക്ലാസ്സുകളും. ഞങ്ങൾ എറണാകുളം നൈപുണ്യ ഇൻ്റഗ്രേറ്റഡ് ബാച്ചിലായിരുന്നു മോൻ. അപ്പോൾ അവിടുത്തെ നമ്മളുടെ കോർഡിനേറ്റർ നിഖിൽ സാറായാലും ഒരുപാട് മോട്ടിവേഷനും വളരെ നല്ല ക്ലാസ്സുകളും മെറ്റീരിയൽസും അവർ നല്ലോണം കുട്ടികളെ പുഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇതുകൊണ്ട് തന്നെയാണ് 10th മുതലേ ബ്രില്യന്റിൻ്റെ ബേസ് തന്നെയാണ് മോന് ഇതിവിടെ എത്തിയത്. ഒരുപാട് സന്തോഷം. ബ്രില്യന്റിനോട് ഒരുപാട് താങ്ക്സും ഉണ്ട്. അപ്പൊ ഈ ഒരു 10ാം ക്ലാസ് മുതൽ മോൻ ബ്രില്യന്റിന്റെ കൂടെ ഉണ്ട് അല്ലെ? അപ്പം ബ്രില്യന്റിനെ കുറിച്ച് അല്ലെങ്കിൽ ആ ബ്രില്യന്റിലെ എക്സ്പീരിയൻസിനെ കുറിച്ച് ചെറുതായിട്ടൊന്ന് പറയാൻ പറഞ്ഞാൽ മോൻ എന്തായിരിക്കും പറയാനുള്ളത്? ബ്രില്യന്റില് കുറെ ടാലന്റഡ് കുട്ടികളുണ്ട്. ഇറ്റ്സ് വെരി കോമ്പറ്റേറ്റീവ്. ഇപ്പോൾ ശരിക്കും ഒരു പഠിക്കാനുള്ളൊരു അറ്റ്മോസ്ഫിയർ. കാരണം നമ്മൾക്ക് പിയർ പ്രഷർ അതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മുടെ ഫ്രണ്ട്സ്, പിയേഴ്സ് നമ്മുടെക്കാളും മുമ്പിൽ നമുക്കൊരു ചെറുതായിട്ടൊരു വാശി തോന്നില്ല. അവരുടെക്കാളും മുമ്പിൽ അവരുടെ കൂടെ അല്ലെങ്കിൽ അവരുടെക്കാളും മുമ്പിൽ നമ്മളും എത്തണമെന്ന്. അപ്പോൾ അതൊരു ഇതുണ്ടായിരുന്നു. അത് ഉറപ്പായിട്ടും ബ്രില്യന്റിന് അത്രയും കുട്ടികളുണ്ട്, അത് ഉറപ്പായിട്ട് ഫീൽ ചെയ്തു. പിന്നെ എൻ്റെ 10th ഓൺലൈനായിരുന്നു. ശരിക്കും കുറച്ച് മാത്രമേ അറിയാൻ പറ്റിയുള്ളൂ. 11th സ്കൂളിൽ എല്ലാവരും ഒന്നിച്ച് പോയപ്പോഴായിരുന്നു ശരിക്കും എന്തുമാത്രം കോമ്പറ്റീഷനും ശരിക്കും ആ പ്രഷറിൻ്റെ സെൻസ് ഒരു പോസിറ്റീവ് രീതിയിൽ പറയണം. അപ്പോൾ അതെല്ലാം 11th പോയപ്പോൾ സ്കൂളിൽ പോയപ്പോഴായിരുന്നു മനസ്സിലായത്. എല്ലാവരും ഇറ്റ് വാസ് എ വെരി ഗുഡ് എക്സ്പീരിയൻസ് ശരിക്കും. ബ്രില്യന്റിൽ പഠിക്കുന്ന എല്ലാ കുട്ടികളും ആവറേജിന് മുകളിലുള്ള കുട്ടികളാണ്. സോ മോന്റെ കൂടെ പഠിച്ച കുട്ടികളുടെ ആ ഒരു എഫക്റ്റും ഇതിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് വിജയത്തിലല്ലേ? അപ്പോ ഇനി ഭാവിയിലേക്കുള്ള എല്ലാ കാര്യങ്ങൾക്കും മോന് എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യന്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.